الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ എല്ലാ രംഗത്തും ഏറെ പുരോഗമിച്ചിട്ടും നമ്മൾ ജീവിക്കുന്ന ലോകം യുദ്ധഭീഷണിയിലാണ്. സമാധാനരഹിതമായ ഒരു ചുറ്റുപാട് മണക്കുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സമാധാനം എന്നത് ഒരാഗ്രഹം മാത്രമല്ല, മറിച്ചത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഭൂമി നിലനിൽക്കണമെങ്കിൽ സമാധാനമുണ്ടാകണം. യുദ്ധം തുടങ്ങുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ്. വെറുപ്പുള്ള മനസ്സ്, പകയുള്ള, വിദ്വേഷമുള്ള മനസ്സ്, ആ മനസ്സിൽ നിന്നാണ് യുദ്ധത്തിന്റെ ആരംഭം. അത് അവസാനിപ്പിച്ച് സമാധാനമുണ്ടാകണമെങ്കിൽ അത് തുടങ്ങുന്നതും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തന്നെയാണ്. ആ രൂപത്തിൽ പാകപ്പെട്ട മനസ്സുണ്ടെങ്കിൽ മാത്രമേ സമാധാനമുണ്ടാവുകയുള്ളൂ. ഒരു യുദ്ധത്തിലും ആർക്കും ജയിക്കാൻ സാധ്യമല്ല. മറിച്ച് മാനവികത തകരുകയെന്നല്ലാതെ, സ്വൈര്യമായ അന്തരീക്ഷം ഇല്ലാതാവുക എന്നല്ലാതെ ഒരു കാര്യവും അതുകൊണ്ടില്ല എന്ന് യുദ്ധങ്ങളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത തലമുറക്ക് ജീവിക്കാൻ വേണ്ടി ഈ ഭൂമി വിട്ടുകൊടുക്കലാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഔദാര്യം. അല്ലാതെ അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുക, ഇതൊന്നും വേണ്ട. അവർക്ക് ജീവിക്കാൻ ഈ ഭൂമി അങ്ങ് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കലഹവും യുദ്ധവും ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല. അത് കുടുംബജീവിതത്തിലാണെങ്കിലും നാട്ടിൻപുറങ്ങളിലാണെങ്കിലും ഒന്നും പരിഹാരമല്ല. നേരെ മറിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക മാത്രമാണ് അതുകൊണ്ട് ചെയ്യുന്നത്. ഹുദൈബിയ സന്ധി നിലവിൽ വന്നപ്പോ സഹാബാക്കൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെ അംഗീകരിച്ചിരുന്നില്ല മനസ്സുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം മാറി ഞങ്ങൾക്ക് ഉംറ ചെയ്യാനുള്ള വഹി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നേക്കാം എന്ന് വരെ അവർ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനത്തിനാണ്, സന്ധിക്കാണ് പരിഗണന കൊടുത്തതും ആ സന്ധിയിലൂടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിജയിച്ചത്. ആയുധ പ്രയോഗങ്ങളെക്കാൾ ഉണ്ടാകുന്ന ആഘാതം ലോകത്ത് യുദ്ധം നടന്നാലും
സാമ്പത്തികമായി എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. പരിസ്ഥിതി തകരും, ആവാസ വ്യവസ്ഥക്ക് തകരാറ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയിലും മറ്റും ഉൾപ്പെടുത്തി നിരന്തരമായി അള്ളാഹുവിനോട് യാചിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അതെല്ലാം സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ അമ്ന്, നിർഭയത്വം എന്ന അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പല രാജ്യങ്ങളിലും ഇന്ന് ആഭ്യന്തര കലഹങ്ങൾ നടക്കുമ്പോൾ വിവിധ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പരസ്യമായി തന്നെ. ആയുധ യുദ്ധങ്ങൾക്ക് പുറമെ പല വിധത്തിലുള്ള യുദ്ധങ്ങൾ, സൈബർ യുദ്ധങ്ങൾ, ബാങ്കിംഗ് സംവിധാനമൊക്കെ നശിപ്പിക്കാനുള്ള പരിപാടികൾ, നാട്ടിൻപുറങ്ങളിൽ വരെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടിയെടുക്കുക, ഇതൊക്കെ ഒരു തരം യുദ്ധങ്ങൾ തന്നെയാണ്. ഒരു ഭാഗത്ത് അഭയാർത്ഥികളുടെ പേടി, സ്ത്രീകളും കുട്ടികളും പ്രയാസപ്പെട്ടു പോകും ഏറ്റവും കൂടുതലായി. ഇങ്ങനെയെല്ലാം യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ മാരകായുധങ്ങൾ പ്രയോഗിച്ച് ആളുകളെ കൊല്ലുന്നവരുടെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ് എന്താണ്? എന്തിനെയാണ് അവർ ഭയപ്പെടുന്നത്? എന്തോ ഒന്ന് ഭയപ്പെടുന്നുണ്ട്, മറ്റൊന്നുമല്ല, മരണത്തെ ഭയപ്പെടുക. ഞങ്ങളുടെ സ്വൈര്യമായ ജീവിതത്തിന് ആരൊക്കെയോ തടസ്സമാണ് എന്ന് മനസ്സ് പറയുന്നു. അങ്ങനെ ജീവിതത്തിന് തടസ്സമാകുന്നു എന്ന് തോന്നുന്നവരെയൊക്കെ ഉന്മൂലനം ചെയ്യണം, നിർമാർജനം ചെയ്യണം, എന്നിട്ട് സുഖമായി ഇവിടെ ജീവിക്കണം. അല്ലാഹു പറയാ, വല തജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്ത്. നിനക്ക് ജൂതന്മാരെ കാണാൻ കഴിയും, അവർക്ക് ഐഹിക ജീവിതം വല്ലാത്ത ഇഷ്ടാണ്. വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകളെക്കാൾ വലിയ ഇഷ്ടം ഇവിടെ ജീവിച്ചു കളയാൻ ജൂതന്മാർക്കാണ്. അല്ലാഹു പറയാ ഖുർആനിൽ, മുശ്രിക്കുകൾക്ക് പരലോക വിശ്വാസമില്ല. എന്നാൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൗറയിൽ പരലോക വിശ്വാസം ചർച്ച ചെയ്യുന്നുണ്ട്. അവരതിന്റെ ആളുകളാണ്. പക്ഷെ എന്നിട്ട് പോലും പരലോക വിശ്വാസം ഇല്ലാത്ത മുശ്രിക്കുകളെക്കാൾ കൂടുതൽ ഇവിടെ ജീവിച്ചു കളയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജൂതന്മാർ. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, 1000 കൊല്ലം ഇവിടെ ജീവിച്ചു കളയാമോ എന്നവർ പ്ലാൻ ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാം. അപ്പം മരണഭയം വല്ലാതുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങൾക്കുണ്ട് മരണഭയം. മുഅ്മിനീങ്ങളുടെ മരണഭയം ഖുർആൻ പറയുന്നത് മരണത്തെ കുറിച്ച് ഓർമ്മിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഈ ഐഹിക ജീവിതം അങ്ങ് നഷ്ടപ്പെട്ടുവോ എന്ന പേടിയുണ്ടല്ല. കാരണം ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് വിശ്വാസിയുടെ കാഴ്ചപ്പാട് അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ഈ ഐഹികമായ ജീവിതം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജയിലറയാണ്. പിന്നെയോ വജന്നത്തുൽ കാഫിർ, അവിശ്വാസിയുടെ സ്വർഗമാണ് ഈ ലോകം. മുഅ്മിനിനെ സംബന്ധിച്ച് അവന്റെ സ്വർഗം മരണശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം പ്രശ്നമല്ല. പിന്നെന്തിനാണ് മരണത്തെ ഓർമ്മിക്കുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ മരിച്ച് അള്ളാഹുവിങ്കലേക്ക് പോകുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആളായിട്ടാണോ ഞാൻ ഇവിടെ ജീവിച്ചത്? അതല്ല എന്റെ പോക്ക് നരകത്തിലേക്കായി പോകുമോ? വേണ്ട രൂപത്തിൽ ഞാൻ ഇത് ഉപയോഗപ്പെടുത്തിയില്ലേ എന്ന ഭയമാണ് മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വജാഅത് സക്റത്തുൽ മൗത്ത്. ആ സക്റാത്തുൽ മൗത്തില്ലേ, അതെല്ലാവർക്കും ഇങ്ങ് വരും. ആ സക്റാത്തുൽ മൗത്ത് കൊണ്ടുവരും ബിൽ ഹഖ്, ഒരു പരമയാഥാർത്ഥ്യത്തെ, ഒരു സത്യം ആ സന്ദർഭത്തിൽ ബോധ്യപ്പെടും. മരിക്കുന്ന നേരത്ത് എന്താണ് മരിക്കുന്ന നേരത്ത് ബോധ്യപ്പെടുന്ന സത്യം? തന്നെ സംബന്ധിച്ച് ആരൊക്കെയോ ആണ് എന്ന് താൻ തന്നെ ധരിച്ചിരുന്നു. ആളുകൾ പറഞ്ഞിരുന്നു വലിയ ശക്തനാണ് എന്ന്, നല്ല കഴിവുള്ള ആളാണെന്ന്, പല രംഗത്തും തിളങ്ങിയവനാണെന്ന് പറഞ്ഞിരുന്നു, പ്രശംസിച്ചിരുന്നു. ഒന്നുമല്ല. ദുനിയാവ് നശ്വരം മാത്രമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ മരണത്തെ അഭിമുഖീകരിക്കണം. ആ സത്യം അപ്പോഴാണ് ബോധ്യപ്പെടുക.
അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് പല സത്യങ്ങളും ബോധ്യപ്പെടും. ഒന്നാമത്തെ സത്യം ഇതാണെങ്കിൽ, രണ്ടാമത്തെ സത്യം എന്റെ റൂഹ് സ്വീകരിക്കാൻ വന്നത് റഹ്മത്തിന്റെ മലക്കാണോ അതല്ല അദാബിന്റെ മലക്കാണോ എന്ന് കണ്ണാല കണ്ട് ബോധ്യപ്പെടുന്നു. ആ സത്യം കൊണ്ടുവരുന്നത് മരണമാണ്. എന്റെ ഖബർ റൗളത്തും മിൻ റിയാദിൽ ജന്നയാണോ അല്ല ഹുസറത്തും മിൻ ഹുസറിൻ നീറാൻ, നരകക്കുള്ളിലേക്കാണോ പോകുന്നത് എന്ന സത്യം ബോധ്യപ്പെടുന്നത് ഈ മരണത്തോടു കൂടിയാണ്. അതാണ് റബ്ബ് പറഞ്ഞത്, വജാഅത്ത് സക്കറത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണം ഒരു സത്യം കൊണ്ടുവരുന്നുണ്ട്. ആ സത്യം നിങ്ങളെ മരണം ബോധ്യപ്പെടുത്തുന്നതാണ്. അതെ, ദുനിയാവിലെ സന്തോഷമില്ല, അത് കഴിഞ്ഞു. ദുനിയാവിലെ ദുഃഖമായിരുന്നെങ്കിൽ അതും കഴിഞ്ഞു. ആരോഗ്യമാണെങ്കിൽ അത് കഴിഞ്ഞു. രോഗമാണെങ്കിൽ അതും തീർന്നു. ഐശ്വര്യമാണെങ്കിൽ അത് പോയി. ദാരിദ്ര്യമാണെങ്കിൽ അതിന്റെ അവധിയും കഴിഞ്ഞു. ഈ സത്യം ബോധ്യപ്പെടുന്നത് മരണം വന്നാലാണ്. ഇങ്ങനെ പലതും ബോധ്യപ്പെടാനുണ്ട്. മനുഷ്യന് അവൻ ചെയ്തതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ഒരു ചോദ്യം ഖുർആനിൽ. അത് ബോധ്യപ്പെടുന്നത് മരണത്തോടു കൂടിയാ. രണ്ട് കെട്ട് മലക്കുകൾ കൊണ്ടുനടക്കാണ്. ഒന്ന് സൽക്കർമാണ്, ഒന്ന് ദുഷ്കർമാണ്. ഈ മരിച്ച ആളുടെ കൂടെ ഒന്ന് ഇവിടെ ടച്ച് പോകാൻ അള്ളാഹ് അനുവദിക്കൂല. ചെയ്ത തോന്നിയാസങ്ങൾ മുഴുവനും കെട്ടിയങ്ങെടുക്കണം. ഇങ്ങോട്ട് മഹ്ശറിലേക്ക് ഭൂമിയിൽ വെക്കൂല. ഓരോ മനുഷ്യനും പോകുമ്പോ കൊണ്ടുപോയിക്കൊള്ളണം. ഓന്റെ ലഗേജ് കൊണ്ട് കൂടെ. അപ്പൊ മനസ്സിലായി, ഞാൻ ചെയ്തതേ എനിക്കുള്ളൂ, ഞാൻ ചെയ്ത സൽക്കർമ്മേ എനിക്കുള്ളൂ എന്ന് ശരിക്ക് ബോധ്യപ്പെട്ടു. അത് വേറൊരു ഹക്കാണ്. ഈ രൂപത്തിലുള്ള പല ഹക്ക്, ആ മരണത്തിൽ നിന്നാണ് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നത്. രോഗമായി ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടർ പരിശോധിച്ചു, എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു. എന്നിട്ട് ഡോക്ടർ പറയാണ് കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? മരണകാരണമല്ല. സമാധാനിക്കാം അദ്ദേഹത്തിന്റെ പരിശോധനയിൽ. അപ്പൊ ഒരു സമാധാനം. സാരില്ല. സകല സമയത്തും മരണത്തിൽ നിന്നല്ലേ ഓട്ടം. അപകടങ്ങൾ ഉണ്ടാകുമ്പോ ഓട്ടം. എല്ലായ്പ്പോഴും എല്ലാവർക്കും പേടി മരണമാണ്. ആ മരണത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്ന മരണം ഇതാ കണ്ണിന്റെ മുന്നിൽ വന്ന് നിനക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് റബ്ബ് വിശുദ്ധ ഖുർആനിൽ. എന്ത് ചെയ്താലും മരിക്കും, നല്ല ചെയ്താലും മരിക്കും, ചീത്ത ചെയ്താലും മരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അള്ളാഹ് പറയാ ഖുർആനിൽ, യാ അയ്യുഹൽ ഇൻസാനോ മനുഷ്യ ഇന്നക ഖാദിഹൻ ഇലാ റബ്ബിക, നീ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് കഠിനാധ്വാനം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖദഹൻ ഫമുലാഖി, എന്നിട്ട് റബ്ബിനെ കാണാൻ പോവാണ്. എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ് പണി തുടങ്ങിയല്ലേ ഉറങ്ങുന്നവരെ പണിയാ. ദുനിയാവിന്റെ പണിയുണ്ട്, ആഖിറത്തിന്റെ പണിയുണ്ട്, പല സൈസ് പണിയുണ്ട്. എല്ലാവർക്കും അധ്വാനമുണ്ട്. ഈ അധ്വാനത്തോടു കൂടി ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ ഓരോ ദിവസവും അള്ളാന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. റബ്ബിന്റെ അടുത്തേക്ക് പോകുന്ന പരിപാടിയായത് ദിവസം ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണം എന്നോണം നമ്മളോട് പറഞ്ഞു, കുല്ലു ഇൻസാനിൻ യഗ്ദു, ഓരോ മനുഷ്യനും രാവിലെ എഴുന്നേറ്റ് പണി തുടങ്ങുകയാണ്. ഫബാഇഉൻ നഫ്സഹു, എന്നിട്ട് ഓന്റെ തടിയിൽ ഇങ്ങനെ വിറ്റോണ്ടിരിക്കുകയാണ്. സമയം വിൽക്കുകയാണ്, ഓന്റെ ആരോഗ്യം വിൽക്കുകയാണ്. അങ്ങനെയല്ലേ ഓരോ ദിവസവും കഴിയും തോറും ഇതിങ്ങനെ ചെലവാക്കി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയവും ആരോഗ്യവും ഒക്കെ. എന്നിട്ടോ അങ്ങനെ അവസാനം അത് മരണത്തോടു കൂടി കച്ചവടം പൂർത്തിയായാൽ ആ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച കക്ഷികൾ ഉണ്ടാകും. അല്ലെങ്കിൽ ആ ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുപോയ ആളുകൾ ഉണ്ടാകും. മരണമങ്ങ് നടക്കുന്ന സമയത്ത് ബന്ധുമിത്രാദികളൊക്കെ ഇങ്ങനെ നോക്കിയേക്കും. മക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അള്ളാഹ് പറയുന്നുണ്ട്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹിൽഖൂം, തൊണ്ടക്കുഴിക്ക് ആ റൂഹം കത്തുന്ന സമയം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, എല്ലാവരും എഴുത്തുനിന്ന് ഇങ്ങനെ നോക്കും. നോക്കുക എന്നല്ലാതെ ഒരു വഴിയുമില്ല. അതാ നോക്കും എന്ന് പറയുന്നത്. അല്ലാതെ എന്ത് ചെയ്തു കൊടുക്കാനാ? എല്ലാരും ഇങ്ങനെ നോക്കും. പക്ഷേ വനഹനു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങളെക്കാൾ അടുത്ത് ആ മനുഷ്യനുമായി നമ്മുടെ പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മലക്കുകൾ, അള്ളാഹു പറഞ്ഞയച്ച ആളുകൾ
അവരാണ് ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല. അങ്ങനെ സക്കറാത്തുൽ മൗത്ത് വരുന്ന സമയത്ത് ദുനിയാവുമായുള്ള കണക്ഷൻ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയും ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ പറ്റി ചിലപ്പോ ഓർമ്മയുണ്ട്, ചിലപ്പോ ഓർമ്മയില്ല. അതവന്റെ അവസ്ഥയാ. കണക്ഷൻ വിട്ടോണ്ടിരിക്കുക. ചിലതൊക്കെ കാണുന്നുണ്ട്, ചിലത് കാണുന്നില്ല. ചിലത് കേൾക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. ഉറ്റവരൊക്കെ അടുത്തു വരുന്നുണ്ട് എന്ന് തോന്നുന്നു, അകലെ പോവുകയാണോ എന്ന് തോന്നുന്നു. പലതും സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ചുണ്ടിന് കനമുണ്ട്, ഒരു മല പോലെ തോന്നുന്നു. അനായാസമായി ചലിച്ചിരുന്ന ചുണ്ട് ഇപ്പൊ ചലിക്കുന്നില്ല. കാരണം സക്കറാത്തുൽ മൗത്താണ്. അള്ള പറയാ ആ റൂഹിനെ നിങ്ങളൊന്ന് തിരിച്ചെടുക്കോ, ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നടക്കുമെന്നൊന്ന് നോക്കി ഒന്ന് തിരിച്ചെടുക്കാനുള്ള പരിശ്രമം നടത്തൂ. സാധ്യല്ല. ഒരു നിശ്ചലാവസ്ഥ, അതാണ് മരണം. അതുവരെ എത്ര വാചാലനായിരുന്നു, ഒന്നും മിണ്ടുന്നില്ല. പക്വമായ രൂപത്തിൽ പ്രവർത്തിച്ച പ്രവർത്തകനായിരുന്നു, പക്ഷെ അനങ്ങുന്നില്ല. അതല്ലേ മരണം. ഈ യാത്ര സഹോദരങ്ങളെ സുഖകരമാകണം. ആ യാത്രക്ക് ശേഷം, മരണമാകുന്ന കവാടത്തിന് ശേഷം നമ്മൾ നടന്നു പോകുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് എന്ന് മരിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടണം. അതിനെന്താ ഇപ്പൊ മാർഗം? അതിന് പണിയെടുക്കുകയാണ് നമ്മൾ. നോമ്പ് നോറ്റിട്ട്, നമസ്കരിച്ചിട്ട്, തവക്കുലാക്കിയിട്ട്, ഈമാൻ ശരിയാക്കി, അഅ്മാലുകൾ ശരിയാക്കി അതിന്റെ പ്രവർത്തനത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ട് ഖുർആനിൽ അല്ലാഹു തരുന്നു സ്വർഗത്തിലേക്ക് പോകാൻ. ബേജാറുണ്ടാകും. നമ്മുടെ അഅ്മാലുകളൊക്കെ വളരെ കുറവല്ലേ. അതുപോലെ കുറ്റകൃത്യങ്ങൾ ഒരു പക്ഷേ വിചാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ചത് പോലും വിചാരണ വേളയിൽ അപാകതയായി അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ സംസാരങ്ങളെല്ലാം പരിശോധിച്ചാൽ, പ്രവർത്തനങ്ങളെല്ലാം പരിശോധിച്ചാൽ, മാനസികാവസ്ഥ വിചാരണ വിധേയമാക്കപ്പെട്ടാൽ ഒരുപാട് അപാകതകൾ ഉണ്ടാകും. എങ്ങനെയാ രക്ഷപ്പെടുക? പ്രയാസമുണ്ട്. ഇനി നിസ്കാര, നോമ്പിന്റെ, സക്കാത്തിന്റെ, സക്കന്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ലോകമാന്യവും മറ്റ് പല അപാകതകളും ഇങ്ങനെ ഉള്ള ബേജാറിലാണ്. അല്ലാഹു തആല സമാധാനിപ്പിക്കുക വിശുദ്ധ ഖുർആനിലൂടെ. നിങ്ങൾക്ക് വിശ്വാസം ശരിയുണ്ടോ? അതുപോലെ കഴിവിന്റെ പരമാവധി സൽക്കർമ്മം ശരിയുണ്ടോ? എന്നാൽ അവർ ചെയ്ത ചീത്തകളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അവർ ചെയ്ത നന്മകൾ ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യും. ഇത് അല്ലാഹു ചെയ്യുന്ന ഒരു വലിയ ഓഫറാണ് വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ നിസ്കാരം വിചാരണക്കെടുക്കുക. വിചാരണക്കെടുത്തു നോക്കുന്ന സമയത്ത് പൊട്ടും പൊളിയും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണല്ലേ സാധനം വിൽക്കാൻ കൊണ്ടുപോയാൽ അങ്ങനെ ഉണ്ടാവും. പൊട്ടും പൊളിയും ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാൽ കൂട്ടത്തിൽ ചില നല്ല നിസ്കാരവും ചില ഭാഗങ്ങളൊക്കെ നല്ലതും ഇതും ഉണ്ടാവും. അല്ലാഹു തആല പറയും, എന്ത്? ആ നല്ലതിന്റെ വില കൂട്ടിക്ക മുഴുവനത്തിൽ. എല്ലാം അല്ലാഹു സ്വീകരിച്ചു. ചീത്തൊക്കെ അല്ലാഹു പുറത്തു വന്നു. എന്നിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കും. ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് നമുക്ക് കാണാം. അവരുടെ ഏറ്റവും നല്ല അമല്, ആ അമലിന്റെ ക്വാളിറ്റി വെച്ച് ബാക്കിയുള്ളതും കൂടി എല്ലാം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഒറ്റ നിബന്ധനയേ ഉള്ളൂ, വിശ്വാസം ശരിയായിരിക്കണം. വിശ്വാസം ശരിയായിരിക്കണം. അതുപോലെ തന്നെ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. തവക്കുൽ പൂർണ്ണമായി അള്ളാഹുവിലാകണം. തവക്കൽതു അലല്ലാഹ്, അത് ശരിയാകണം. പണത്തിന്റെ മേലല്ല, കഴിവിന്റെ മേലല്ല, എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന ബോധമുണ്ടാകണം. വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ലനുദ്ഖിലന്നഹും ബിസ്സാലിഹീൻ. അല്ലാഹു പറയാ, ഈമാനും ഉണ്ട് സൽക്കർമ്മവും ഉണ്ടെങ്കിൽ അവരെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല വലിച്ചിട്ട് ഹാജരാക്കുക. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ശുഹദാക്കൾ, രക്തസാക്ഷികൾ, അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകൾ, മഹത്തുക്കൾ. ആ മഹത്തുക്കളുടെ റൂട്ടിലൂടെ നീയും അതിലൂടെ അങ്ങ് പോയിക്കോ എന്ന് ഈ പറഞ്ഞ കക്ഷികളോട് അഅ്മാലു സാലിഹയും അതുപോലെ ഈമാനുള്ള മനുഷ്യന്മാരോട് പറയും. അപ്പൊ ഒരാശങ്ക ഉണ്ടാവും, പടച്ചറബ്ബേ ഞാനെങ്ങനെ അവരുടെ കൂട്ടത്തിൽ
ദുനിയാവെന്ന് തന്നെയല്ലേ ആ ആശങ്ക മനുഷ്യനുണ്ടാകുന്നത്. ഒന്നിനും കൊള്ളൂല എന്ന വിചാരത്തിലല്ലേ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യരോടാണ് അള്ളാഹ് പറയുന്നത്, ആ ഉത്കൃഷ്ടരായ സാലിഹീങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പോകാം. അപ്പൊ ഈമാൻ ശരി വേണം. അതുപോലെ തന്നെ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത്ര ചെയ്യണം, എങ്കിൽ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി കൃത്യമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സാധാരണ മനുഷ്യർ അവരുടെ അമലുകളൊക്കെ വളരെ കുറവായിട്ട് തോന്നും. അതുപോലെ പ്രവർത്തനങ്ങളിലൊക്കെ അപാകതകൾ ഉള്ളതായിട്ട് തോന്നും. ഇത് കുറ്റബോധമുള്ള ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥയാണ്. ഈ മാനസികാവസ്ഥക്ക് അള്ളാഹു നൽകിയ ഒരു പരിഹാരമാണ് നമ്മൾ നേരത്തെ കേട്ടത്. എന്നാൽ ഈ മാനസികാവസ്ഥ വെച്ചിട്ട് ഒരു കളി കളിക്കും ആര്? ഇബ്ലീസ്. എന്തിന്? ഓനെ നരകത്തിലെത്തിക്കാൻ. അതിന്റെ ഒരു പണിയെടുക്കും ഇബ്ലീസ്. ഇപ്പൊ മനുഷ്യന്മാരെ നരകത്തിലെത്തിക്കുക, അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശിർക്ക് വലിയ ഹറാമാണ്, അത് ചെയ്താൽ നരകത്തിലേക്ക് പോകും എന്ന് വയറ് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയൂല. ഇബ്ലീസ് എങ്ങനെയാ പേപ്പിക്കുക? അത് പേപ്പിച്ചതിന്റെ തുടക്കം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദം അലൈഹിസ്സലാമിനെ കൊണ്ട് പയം പറപ്പിച്ചു. ഇത് അള്ള വിലക്കിയ പയാണ്, ഇത് തിന്നാല് സ്വർഗത്തുനിന്ന് പോണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണോ ആദം നബീനെ കൊണ്ട് പയം പറപ്പിച്ചത്? അങ്ങനെ പറഞ്ഞാണ്ടോ പറിക്കുന്നു? അത് തിന്നൂലല്ലോ. ഇബ്ലീസ് ആ ബൈക്കേ പോയിട്ടില്ല, ആ ചർച്ചയ്ക്ക് ഇബ്ലീസ് മുതിർന്നിട്ടില്ല. ഇബ്ലീസ് വന്നിട്ട് ചോദിച്ച അൽ അതുല്ലുക്ക, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, അല ഷജറത്തുൽ ഖുൽദി, തിന്നാൽ ഒരിക്കലും സ്വർഗത്തുനിന്ന് പുറത്ത് പോകേണ്ടി വരില്ല, അങ്ങനെയുള്ള ഒരു പഴം പറഞ്ഞു തരട്ടെ. മുൽക്കില്ല യബില, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു അധികാരം നിനക്ക് കിട്ടും, അങ്ങനത്തെ ഒരു പഴണ്ട് സ്വർഗത്തിലെ, ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അത് കാണിച്ചു കൊടുത്ത് നോക്കുമ്പോ ആദം, അത് ഇതല്ലേ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതും പറഞ്ഞ് ഇബ്ലീസ് പോയി. പിന്നെയും വന്ന് പറഞ്ഞു. അപ്പൊ തോന്നി, അല്ല ഇവിടുന്ന് പുറത്താക്കാൻ വല്ല പരിപാടി ഉണ്ടോ അള്ളാഹ്ക്ക്? അതുകൊണ്ടാണോ ഇത് തിന്നരുത് എന്ന് പറഞ്ഞത്? മൂപ്പർ ഇങ്ങനെയും പറയുന്നുണ്ടല്ലോ, ഞാൻ നാസിഹ്യങ്ങളിൽ പെട്ടവനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇബ്ലീസ്. ഞാൻ നിങ്ങളെ കുളത്തിന് പറയുന്ന, അല്ലാതെ നിങ്ങൾ തിന്നാണ്ടെന്ന് എന്നെ കൊണ്ട് എനിക്കെന്താ എന്ന രൂപത്തിലാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അങ്ങനെയാണ് മനുഷ്യൻ. ഇപ്പൊ റമളാൻ മാസത്തിലൊക്കെ തുണിയെടുക്കാനൊക്കെ പോകില്ലേ, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ഷോപ്പിൽ പോയാല് അവരങ്ങ് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ഇതാ ചേരുക, ഇത് തന്നെയാ നല്ല. പുരയിൽ വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കിയാലാ മനസ്സിലാകുന്നത് അത് പറ്റിയില്ല എന്ന്, പിന്നെ മാറ്റിയെടുക്കാൻ പോകും. അങ്ങനെയാ മനുഷ്യൻ. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആദം പഴം പറിച്ചു തിന്നു, സ്വർഗത്തുനിന്ന് പുറത്തു പോകേണ്ടി വരികയും ചെയ്യും. അതുപോലെ തന്നെ സാധാരണക്കാരന്റെ അടുത്ത് ഇബ്ലീസ് വന്നിട്ട് പറയും, നിനക്ക് അമലുണ്ടോ സ്വർഗത്തിലേക്ക് പോകാൻ? അപാകതകൾ നിറഞ്ഞ ജീവിതല്ലേ മുൻഗാമികളോ, അവരുടെ ശരീരം കൊടുത്തവരാ. ബദരീങ്ങളെ കണ്ടില്ലേ, അവർ റമദാൻ മാസത്തിൽ ശരീരം കൊടുത്തവരാണ്, ശുഹദാക്കളായവരാണ്. അവരുടെ കൂടെയാണോ അവർക്ക് കൊടുക്കുന്ന സ്വർഗാണോ കിട്ടേണ്ടത്? അതിനെന്ത് കോപ്പാ കയ്യിലുള്ളത് എന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ശരിക്കും ബോധ്യപ്പെട്ടു, നടക്കൂല, അവരുടെ കൂടെ ഒന്നും സ്വർഗത്തിൽ പോകാൻ കഴിയൂല. അപ്പൊ അതിനെന്താ വേണ്ടത്? അതിന് വേണ്ട വേറൊന്നല്ല, ഓരോടങ്ങ് കൂട്ടാൻ പറയാ. ഓരേതായാലും പോകുന്നുണ്ടല്ലോ, ഓരോട് പറയാ ഞങ്ങളെ കൂടി കൊണ്ടുപോകണം, അവരെ ഒന്ന് പ്രീതിപ്പെടുത്തുക. അങ്ങനെ പ്രീതിപ്പെടുത്തുന്നതിൽ ഒരു കുറ്റമില്ലാന്ന്. കാരണം അത് മഹത്തുക്കളെ ബഹുമാനിക്കലല്ലേ, അത് മഹത്തുക്കളെ ആദരിക്കലല്ലേ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെന്നല്ലേ ശരി എന്നൊക്കെ തോന്നിപ്പോവുകയാണ്. അങ്ങനെ തോന്നിയിട്ട് ശിർക്കിലേക്ക് എത്തിപ്പെടുകയാണ്. അല്ലാഹു തആല പറഞ്ഞു തന്നത് വേണ്ട, നിങ്ങളുടെ അമല് കുറവാണെങ്കിലും നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ഞാൻ പുറത്തിയാലും നിങ്ങളുടെ ഈമാൻ വിട്ട് കളിക്കാതിരുന്നാ മതി. നിങ്ങളുടെ അപാകതകളൊക്കെ പുറത്തിട്ട്
ഏറ്റവും നല്ല പ്രതിഫലം തന്നിട്ട് ഞാൻ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും, നിങ്ങളെ ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാക്കും. പക്ഷെ നിങ്ങളുടെ ഈമാൻ വിട്ട് കളിക്കരുത് എന്ന് റബ്ബ് പറഞ്ഞത് വേണ്ട എന്ന് ഒപ്പിക്കാൻ ഇബ്ലീസിന് സാധിച്ചു. അവിടെയാണ് ഇബ്ലീസ് വിജയിക്കുന്നത്. അങ്ങനെ മത്സരത്തിലെത്തിയാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കച്ചറയാ. ഏത് ഇബ്ലീസും അണികളും അതുപോലെ തന്നെ നേതാക്കന്മാരും അണികളും ഒക്കെ ഖുർആൻ വ്യക്തമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ചില അണികളുണ്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്ന അനുയായികളോട്, തൗഹീദ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അനുയായികളോട് സ്വന്തം അണികളിലുള്ളവരെ താക്കീത് ചെയ്യാ, കയ്യേറ്റം ചെയ്യാ, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയാ. അത്തരം നേതാക്കന്മാരോട് അവരുടെ അണികൾ നാളെ മത്സരത്തിലെത്തിയാ പറയും, ആരു ഇന്നക്കും കുന്തും അനിൽ യമീൻ, നിങ്ങൾ ഞങ്ങളെ അടുത്ത് കയ്യൊപ്പം കൊണ്ടല്ലേ വന്നത്, നിങ്ങൾ പിടിച്ചിട്ടല്ലേ ഞങ്ങള് തൗഹീദ് മനസ്സിലാക്കാതിരുന്നത് എന്ന് പറയുമ്പോ കാലു അവര് പറയും, വല്ലം യകൂനു മുഅ്മിനീൻ വല്ലം തകൂനു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടല്ലേ, നിങ്ങളുടെ ഈമാൻ പിടിച്ചേക്കാൻ ഞങ്ങൾക്കാവോ, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലല്ലുള്ളത്. ഒമാ കാനലന അലൈക്കും മിൻ സുൽത്താൻ, അത്തരം അധികാരമൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങള് നിങ്ങളോട് കുറച്ച് പറയാൻ തടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ കൽബും ഈമാനൊക്കെ നിങ്ങളുടെ കയ്യിലല്ലുള്ളത്, നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ. ഫഅഖുബൈനാക്കും, പിന്നെ ഞങ്ങൾ നിങ്ങളെ പേപ്പിച്ചു എന്ന് പറയുന്നത്, ഇന്നാകുന്നാ ഖാബീന, ഞങ്ങളും പേച്ചിട്ടില്ലല്ലോ, ഞങ്ങളും ഇതുപോലെ പേച്ചിട്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പേച്ചു. ഇതാ വിഷയം. അതുകൊണ്ട് ശരിക്കും ആലോചിക്കണം, ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടണം. വിശുദ്ധ ഖുർആനിന്റെ മാസമാ ഖുർആനിലേക്ക് മടങ്ങണം. അള്ളാഹു സൃഷ്ടിച്ചത് നരകത്തിൽ കൊണ്ടേടാനല്ല. അള്ളാഹ് റഹ്മാന, അള്ളാഹ് റഹീമ, പരമാവധി കൃപ ചെയ്യുന്നവനാണ് റബ്ബ്. ആ റബ്ബിന്റെ മുന്നിൽ നോമ്പ് നോച്ചിരുന്ന് കരഞ്ഞിട്ട് പുറത്തു കൊടുക്കാത്ത പാപമേതാ? എല്ലാ പാപവും അള്ള പുറത്തു കൊടുക്കും, അവൻ റഹ്മത്ത് ചെയ്യും. എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, റബ്ബേ ഈമാനോടെ വലിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നെ നന്നാക്കണേ എന്ന് മഹത്തുക്കളെ ആദരിക്കണം, അവരെ ആരാധിക്കരുത്. ഇബ്ലീസിന്റെ കുതന്ത്രം തിരിച്ചറിയണം. അങ്ങനെ ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അശേഷം ശിർക്കില്ലാത്ത കറകളഞ്ഞ തൗഹീദിന്റെ ഉടമകളായി അല്ലാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഈമാനോടുകൂടി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലാക്കണേ റഹ്മാനെ. നിങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ റഹ്മാനെ, നോമ്പ് സ്വീകരിക്കണേ റഹ്മാനെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച നോമ്പുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നോമ്പുകാർക്ക് നീ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദാനധർമ്മങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ ചെറിയ അമലുകളും വലിയതായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം തന്ന് സ്വർഗപ്രവേശനത്തിന് നിമിത്തമാകുന്ന വിധത്തിൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ കാരുണ്യം ചൊരിയണേ റഹ്മാനെ. ലോകത്തെ യുദ്ധ ഭീഷണിയിൽ നിന്ന് പിന്തിരിപ്പിക്കണേ റഹ്മാനെ. സമാധാനം നിലനിർത്തി തരണേ റഹ്മാനെ. സമാധാനം നിലനിർത്തി തരണേ റഹ്മാനെ. നിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കല്ല റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.